ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ സയൻസ്. 5ാം ക്ലാസ്സിലെ സയൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇത് 7ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ബാക്കിയുള്ള 6 ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതേപോലെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ, ഭൂപടങ്ങളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ഗതാഗതങ്ങളും അതേപോലെ നമ്മുടെ വാർത്താവിനിമയ സംവിധാനങ്ങളും ഒക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നോക്കിക്കേ, ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്ക് സാധ്യത, തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കണ്ടോ, കുറച്ച് കൊളാഷ് തന്നിരിക്കുകയാണ്, കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടോ. അതായത് നമുക്കറിയാം പ്രളയ ദുരിതം വന്നപ്പോഴേക്കും എന്താണ്, പെട്ടെന്ന് നമ്മൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം എന്താണ് വളരെ പെട്ടെന്നാണ് നമുക്ക് സാധ്യമായത്. അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രസക്തിയായിരുന്നു അല്ലെ. നമുക്കറിയാം, ഇപ്പോൾ ഇത്തിരി കൂടി പണ്ട് കാലത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ നടന്നു എന്ന് ചിലപ്പോൾ പുറലോകം അറിയാൻ തന്നെ ചിലപ്പോൾ അല്ലെ ദിവസങ്ങളെടുക്കും. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ സംഭവിച്ചു, അങ്ങനെ ഒരു അപകടം സംഭവിച്ചു, നമ്മൾ അറിഞ്ഞാൽ പോലും നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ ആശയവിനിമയ സംവിധാനവും അതേപോലെ തന്നെ നമ്മുടെ ഗതാഗതവും ഒക്കെ ഡെവലപ്ഡ് ആയത് നമുക്ക് ഒത്തിരി സഹായകമായിട്ടുണ്ട്. അതിനെ പറ്റിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ് അല്ലെ. ഭൗതിക അകലം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് പണ്ടുകാലങ്ങളിൽ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർ കത്തുകളിലൂടെയായിരുന്നു അല്ലെ, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലും അവർ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിങ്ങനെ കൊടുക്കുമായിരുന്നു. അതായിരുന്നു അവർക്ക് കാണാനുള്ള ഒരു ഏകമാർഗം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലൈവായിട്ട് നമ്മൾ വീഡിയോ കോൾ ചെയ്തൊക്കെ ആൾക്കാർ തമ്മിലുള്ള ആ ഒരു ഭൗതിക അകലം, ഭൗതികമായിട്ട് മാത്രമേ അകലുള്ളൂ. അല്ലാതെ കറക്റ്റ് ഇപ്പൊ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും അവരുമായിട്ട്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത്. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തിലേക്ക് കൈമാറുന്നു. എങ്ങനെയോ ആയിക്കോട്ടെ, അപ്പൊ ഇതെല്ലാം കൈമാറ്റമാണ് ചെയ്യുന്നത്. ഗതാഗതം യൂസ് ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ആശയവിനിമയം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഇത് തന്നെയാണ് എല്ലാം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അല്ലെ, ട്രാൻസ്ഫർ ചെയ്യാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. ഇനി ഗതാഗതം എന്ന് പറയുമ്പോഴേക്കും ഒരു തപാൽ സ്റ്റാമ്പാണ് കാണിച്ചിരിക്കുന്നത്. പല കാലഘട്ടങ്ങളിലായിട്ട് വന്നിരുന്ന തപാൽ സ്റ്റാമ്പുകളാണ്. ആ ഒരു വാഹനങ്ങളുടെ വ്യത്യാസമാണ് കാണിക്കുന്നത് കേട്ടോ. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവിവർഗം ആരാണ്? നമ്മൾ മനുഷ്യരാണ് അല്ലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആന, കുതിര തുടങ്ങിയ മൃഗങ്ങളൊക്കെ ആയിരുന്നു അല്ലെ. അല്ലാണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കുതിര അല്ലെങ്കിൽ ഒരു ഒട്ടകം സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ അവൻ വണ്ടി കയറി പോകുന്നത്? ആ ഒരു ഇതിലല്ല. അപ്പൊ വാഹനങ്ങൾ, യാത്രയ്ക്ക് വേണ്ടി വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ആനേനെയൊക്കെ നമ്മൾ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്, അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ യാത്രാ ആവശ്യങ്ങൾക്കായിട്ട് സ്വന്തമായിട്ട് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മനുഷ്യർ മാത്രമാണ്. അപ്പൊ വാഹനം എന്ന് പറയുന്നത്? വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം, അതിനെയാണ് നമ്മൾ വാഹനം എന്ന് പറയുന്നത്. വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം ഏതോ അതാണ് വാഹനം. ഓക്കെ ആണല്ലോ. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളെയാണ് നമ്മൾ വാഹനങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? സഞ്ചാരത്തിന്, ചരക്കുകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനായിട്ട്, യുദ്ധ ആവശ്യങ്ങൾക്ക്, അതേപോലെ അടിയന്തര സേവനങ്ങൾക്ക്, വിനോദത്തിന്, സാഹസികമായ കാര്യങ്ങൾക്ക്, പല ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ സഞ്ചാരം പറയാം, ചരക്കുകൾ പറയാം, യുദ്ധം അല്ലെ. പിന്നെ കൃഷിക്ക് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കാറില്ലേ? കൃഷി 4 പോയിന്റ് ആയില്ലേ. ഇത്തരം മാർഗങ്ങൾ എന്തെല്ലാം പരിമിതികൾ ഉണ്ടായിരുന്നു. അതായത് പണ്ട് കാലങ്ങളിൽ കാൽനടയായിട്ട്, അതേപോലെ തന്നെ തലച്ചുമടായിട്ട് മൃഗങ്ങളുടെ പുറത്തൊക്കെയായിരുന്നു സാധനങ്ങളൊക്കെ മറ്റു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടത്. ഓക്കെ, അതിന്റെ പരിമിതികളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല അല്ലെ. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് മറ്റു സ്ഥലത്തേക്ക് പോകണം, നടന്നു പോകുക എന്നുള്ളത് പെട്ടെന്നൊന്നും പോസിബിൾ ആയിരുന്നില്ല. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മൾ അതിന് പുതിയ മാർഗങ്ങൾ തേടേണ്ടി വരും. പിന്നെന്താണ് പറയുന്നത്? മനുഷ്യന്റെ അധ്വാനം വളരെ കൂടുതലായിരുന്നു അല്ലെ. മനുഷ്യാധ്വാനം വളരെ കൂടുതലായിരുന്നു. ഈ പറയുന്ന പണ്ട് കാലങ്ങളിൽ നടന്നും അതേപോലെ തന്നെ ചുമടും ഒക്കെ അധ്വാനം കൂടുതൽ, പരിമിതികളാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്ത് നമുക്ക് പറയാം അല്ലെ? കാലതാമസം.
ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കാലതാമസം നേരിട്ട് നമുക്ക് ഇപ്പൊ എന്താണ്, ഇപ്പൊ എറണാകുളത്ത് നിന്ന് നമുക്ക് തിരുവനന്തപുരം വരെ പോകാനായിട്ട് നമുക്കൊന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു 4-5 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് എല്ലാം. പക്ഷെ നമ്മൾ നടന്നോ, അല്ലെങ്കിൽ പണ്ട് കാലത്തെ മാർഗ്ഗങ്ങളിലെ കാളവണ്ടി കുതിരവണ്ടിയൊക്കെ ആയിരുന്നു അല്ലെ, എത്ര സമയം എടുക്കും. അപ്പൊ നമ്മുടെ കാലതാമസം വല്ലാത്തൊരു പരിമിതി അല്ലെ, ഒരു ലിമിറ്റേഷൻ ആയിരുന്നു അതില്. ഇനിയപ്പോ എന്താണ്, അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യൻ എപ്പോഴും എന്താണ്, അവന്റെ ആവശ്യങ്ങൾ കൂടുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവൻ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തി വരുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ഈ പറയുന്ന ഈ ന്യൂജൻ, ഇപ്പൊ നമുക്ക് എന്താണ് AI ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ എത്തി നിൽക്കുന്നതിനുള്ള റീസൺ എന്താണ്, മനുഷ്യന്റെ ആവശ്യങ്ങളാണ് കണ്ടുപിടുത്തത്തിന് നയിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും മനുഷ്യന് മനസ്സിലായി ഇത് ഇങ്ങനെ നടന്നും ഉന്തി കൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് മനുഷ്യൻ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ചക്രങ്ങളുടെ കണ്ടുപിടുത്തം. നമ്മുടെ ഈ പറയുന്ന ഗതാഗതം എന്നൊരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ചക്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് കാലങ്ങളിൽ മനുഷ്യരുടെ എന്തായിരുന്നു, വലിയൊരു ഉരുളം തടികളൊക്കെ താഴെ വെച്ചും എന്ത് ചെയ്യുന്നുണ്ട്, വലിയ സാധനങ്ങളൊക്കെ അതിന്റെ മേളിൽ വെച്ച് ഉരുട്ടിക്കൊണ്ടുപോകും. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ കല്ല് വെറുതെ തള്ളിക്കൊണ്ടു പോകുന്നതും ഈ ഉരുളം കല്ലിന്റെ മുകളിൽ വെച്ച് തള്ളുന്നതും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷം കണ്ടോ, അവർ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, ഈ പറയുന്ന ചക്രം എന്നൊരു കൺസെപ്റ്റിലേക്ക് പുരാതന മനുഷ്യനെ എത്തിച്ചേരുന്നത്. 1976 സ്വിറ്റ്സർലൻഡിൽ സൂറിച്ചിന്റെ തീരത്ത് നിന്നും തടാകത്തിന്റെ തീരത്ത് നിന്നും കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിന്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ 1976 ഇത് കണ്ടുപിടിച്ചത്. ചക്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ചക്രം, ഒരു മനുഷ്യൻ എന്താണ് പണ്ട് കാലങ്ങളിൽ ചക്രം ഉപയോഗിച്ചു എന്നതിന്റെ ഒരു തെളിവായിരുന്നു അത്. ഉണ്ടോ, പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു, ഇങ്ങനെയായിരുന്നു, കല്ലായിരുന്നു ചക്രമായിട്ട് ഉപയോഗിച്ചത്. പിന്നീട് മരവും അതിങ്ങനെ മാറി ഇന്നത്തെ നമ്മൾ കാണുന്ന അത്യാധുനിക രീതിയിലുള്ള ചക്രങ്ങളിലേക്ക് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. മെസപ്പൊട്ടോമിയ. എന്താണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം? കഴിഞ്ഞ എൽ പി യു പിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതാ. അപ്പൊ മെസപ്പൊട്ടോമിയ സംസ്കാരമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് മെസപ്പൊട്ടോമിയ. നോക്കിക്കേ, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പെട്ടിയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതലായി മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലുള്ള പ്രദേശമാണ് 2 നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. അതാണ് ചോദിച്ചിരുന്നത്. 2 നദികൾക്കിടയിലെ പ്രദേശം എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഇത്, മെസപ്പൊട്ടോമിയ. ഏതൊക്കെ നദികളാണ്? യൂഫ്രട്ടീസും അതേപോലെ ടൈഗ്രീസ്. അങ്ങനെ 2 നദികളായിരുന്നു. യൂഫ്രട്ടീസ് നദിയുണ്ട്, ഇവിടെ ടൈഗ്രീസ് ഉണ്ട്. അതിന് നടുക്കുള്ള ആ ഒരു പ്രദേശമാണ് മെസപ്പൊട്ടോമിയ എന്ന് അറിയപ്പെട്ടിരുന്നത്. ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. നമുക്കറിയാം അല്ലെ, കാളവണ്ടി ആദ്യം മനുഷ്യൻ വലിച്ചിരുന്നു, പിന്നെ കാളവണ്ടിയായിട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നോക്കിക്കേ, ആദ്യകാലങ്ങളിൽ മനുഷ്യൻ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇനിയാണ് നമ്മുടെ ഗതാഗത മാർഗങ്ങൾ. നമ്മുടെ ഒരു PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ. ആദ്യം നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്ന ആ ഒരു സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാക തീരം, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കൊന്ന് ഓർത്തിരിക്കുക. കാര്യം ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എങ്ങനെയും കയറി ചോദിക്കാം. പിന്നെ എന്താണ് മെസപ്പൊട്ടോമിയ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലാണെന്നുള്ളതും, അതേപോലെ മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, നദികൾക്കിടയിലെ പ്രദേശം എന്നുള്ളതും ഒരു കൺസെപ്റ്റും കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം, ഗതാഗതത്തെ നമ്മൾ മെയിനായിട്ട് നമ്മൾ 3ആയിട്ടാണല്ലേ തിരിക്കുന്നത്. അതിലൊന്നാണ് കരഗതാഗതം, പിന്നെന്താണ് ജലഗതാഗതം, പിന്നെന്താണ് വ്യോമഗതാഗതം. കരഗതാഗതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോഡും അതേപോലെ തന്നെ റെയിലും വരും. ജലഗതാഗതം എന്ന് പറയുമ്പോൾ ഉൾനാടനും ആയിക്കോട്ടെ കടൽ സമുദ്രവും വരും. വ്യോമഗതാഗതം എന്ന് പറയുമ്പോൾ ദേശീയ വ്യോമഗതാഗതവും ഉണ്ട്, അന്തർദേശീയം മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനും നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലെ, ഇന്ത്യക്കകത്ത് തന്നെ സഞ്ചരിക്കാനുള്ളതും ഉണ്ടാകും. കരഗതാഗതം, കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം. കരഗതാഗതത്തിൽ ഉൾപ്പെട്ട പ്രധാന ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ്? റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം. അതാണ് അവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ നിന്ന് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്, റോഡ്, റെയില്. ഓക്കെ. വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാക്കണമെങ്കിൽ സഞ്ചാരപാതകൾ വേണം. കണ്ടോ,
പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ ഈ ഒറ്റയടി പാതകള്, മൺപാതകള്, കല്ല് പാകിയ പാത, അതേപോലെ അത് കോൺക്രീറ്റ് പാതകള്, ടാർ ചെയ്ത പാതകൾ, അങ്ങനെ 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 ഇപ്പൊ നിലവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന എന്താണ്? ടാർ ചെയ്ത പാതകളാണ്. മക്ആദം റോഡുകൾ ഒന്ന് പഠിക്കണേ. ആ ഒരു പേര് എന്താണ്? മക്ആദം റോഡുകൾ. എന്താണ്? 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്ആദമാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ അറിയപ്പെടുന്ന പേരാണ് മക്ആദം റോഡുകൾ. മക്ആദം റോഡുകൾ. ആരാണ്? എഞ്ചിനീയറായ JL മക്ആദമാണ്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖലകളുണ്ട്. അപ്പൊ നമുക്കറിയാം റോഡ് ഗതാഗതത്തിൽ തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് പറയുന്നത്? ഏതൊക്കെയാണ്? ദേശീയ പാതകളുണ്ട് അല്ലെ? ദേശീയപാത എന്ന് പറയുമ്പോൾ എന്താണ്? രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾ, തലസ്ഥാനങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്നതായിരിക്കും. സംസ്ഥാന പാതകൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ ദേശീയ പാതകളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതായിരിക്കും. അല്ലെ? NH ഉം SH ഉം വരും. പിന്നെ വരുന്ന ജില്ലാ ഹൈവേകൾ അതെന്ന് പറയുമ്പോൾ ഓരോ ജില്ലകളിലെയും പ്രധാനപ്പെട്ട റോഡുകൾ ഉണ്ടാകും. അതേപോലെ ഗ്രാമീണ പാതകൾ, അതായത് എന്തായിരിക്കും ഗ്രാമീണ പാതകൾ എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും അല്ലെ ഉള്ളിലോട്ടൊക്കെ ചെല്ലുമ്പോഴേക്കും ഒത്തിരി റോഡുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇനിതേ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ. സുവർണ ചതുഷ്കോണം, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇപ്പർ താഴെ തന്നിരിക്കുന്നവയിൽ സുവർണ ചതുഷ്കോണവുമായിട്ട് ബന്ധമുള്ളത് അല്ലെങ്കിൽ സുവർണ ചതുഷ്കോണത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഏതെന്നൊക്കെ പറഞ്ഞ് ഏതാണ്? ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ്. ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? സുവർണ ചതുഷ്കോണം, ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 സ്ഥലങ്ങളാണ് നമുക്ക് വേണ്ടത് അല്ലെ? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മുടെ ഡൽഹി, പിന്നെ ഏതാണ്? ഒറ്റ മിനിറ്റ് ആണെന്ന് സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മുടെ ഡൽഹിയാണ്. പിന്നെ ഏതാണ് വരേണ്ടത് നോക്കിക്കേ. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ കൊൽക്കത്ത, പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? അത് കണ്ടോ? പിന്നെ വരുന്നത് ചെന്നൈ, പിന്നെ ഉള്ളത് മുംബൈ. ഈ 4 എണ്ണത്തിനെയാണ് എന്ത് കണക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന സുവർണ ചതുഷ്കോണം എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ഡൽഹി, കൊൽക്കത്ത, അതേപോലെ ചെന്നൈ, മുംബൈ, ഇങ്ങനെ 4 എണ്ണത്തിനെ കണക്ട് ചെയ്യുന്ന പാത അറിയപ്പെടുന്ന പേരാണ് സുവർണ ചതുഷ്കോണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങേയറ്റത്ത് ഇപ്പുറത്ത് എന്താണ് പറയുന്നത് നോക്കിക്കേ. ഇപ്പുറത്തും അതേപോലെ തന്നെ നമ്മുടെ വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയും. നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ. വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത് ആരെയൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ശ്രീനഗർ ടു കന്യാകുമാരിയാണ്. കിഴക്ക് പടിഞ്ഞാറാകുമ്പോൾ എന്താണ്? അത് സിൽചാറിനെ പോർബന്തറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ ഫിഗർ ഒന്ന് കാണിച്ചു തരാവേ. നോക്കിക്കേ, ഇതാണ് വടക്ക് തെക്ക്. വടക്ക് തെക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഈ പറയുന്ന ശ്രീനഗറിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? കന്യാകുമാരിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. കിഴക്ക് പടിഞ്ഞാറാണെങ്കിലോ പോർബന്തറിനെ അതേപോലെ സിൽച്ചാറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ 2 പാതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ 2 പാതകളെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ? സുവർണ ചതുഷ്കോണം അല്ലെ? 4 സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്ത പറയുന്നത് കോറിഡോഴ്സ് ആണ് പറയുന്നത്. ഒന്ന് വടക്ക് തെക്കിടനാഴി, മറ്റേതെന്താണ്? വടക്ക് തെക്കും അതേപോലെ കിഴക്ക് പടിഞ്ഞാറുമാണ്. അത് ഏതൊക്കെ തമ്മിലാണ്? ശ്രീനഗർ ടു കന്യാകുമാരി, മറ്റേതാണെങ്കിലോ കിഴക്ക് പടിഞ്ഞാറാണെങ്കിൽ സിൽച്ചാർ ടു പോർബന്തർ. ഈ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ. സിൽച്ചാർ ടു പോർബന്തർ ആണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഗതാഗതം എന്ന് പറയുന്ന പണ്ടത്തെ കാലങ്ങളിൽ എന്തായിരുന്നു അല്ലെ? എല്ലാവരും എന്താണ് വലിച്ചുകൊണ്ട് നടന്നു. പിന്നെ എന്ത് ചെയ്തു? ആൾക്കാരെ കാളവണ്ടി, കുതിരവണ്ടിയൊക്കെ വന്നു, സൈക്കിൾ വന്നു അല്ലെ? ഓരോന്ന് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പുതിയ പുതിയ സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പറയുന്നത് റോഡ് ഗതാഗതത്തിന്റെ മേന്മകളാണ് പറയുന്നത്. എന്തൊക്കെ മേന്മകളായിരിക്കും റോഡ് ഗതാഗതത്തിനായിട്ട് വരുന്നത്? അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ചെലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു. ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യം ഏതാണ്? ഈ പറയുന്ന റോഡ് ഗതാഗതമാണ്. പിന്നെ എന്താ പറയുന്നത്? ഉൾനാടൻ പ്രദേശങ്ങളിലേക്കൊക്കെ അല്ലെ? ഉൾനാടൻ പ്രദേശങ്ങളിലേക്കൊക്കെ നമുക്ക് എന്താണ് യാത്രക്ക് സാധ്യമാകും. അതേപോലെ തന്നെ എന്താണ്? വിവിധോദ്ദേശ സേവനങ്ങൾ ഒത്തിരി. ഇപ്പൊ ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി അയക്കാനും ഇറക്കുമതി ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാനും വരാനും മൃഗങ്ങളെ കൊണ്ടുപോകാൻ എന്തും ആവശ്യമായിക്കോട്ടെ നമുക്ക് എന്താണ്? റോഡ് ഗതാഗതം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് റെയിൽ ഗതാഗതം അല്ലെ?
ഏത് പ്രായക്കാർക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്താ തീവണ്ടി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോഴും നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. അപ്പൊ റെയിൽവേ സംവിധാനം ആരംഭിച്ച എവിടെയാണ്? ബ്രിട്ടനിൽ. ആഭ്യന്തരത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 1825 ജോർജ് സ്റ്റീവൻസൺ ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. അപ്പൊ ചോദിക്കാം, ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ആരാണ്? ജോർജ് സ്റ്റീവൻസൺ ആണ് 1825. ഇത് പ്രവർത്തിക്കാനുള്ള ഇന്ധനമായിട്ട് കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും ഒക്കെ നിലവിൽ വരുന്നത്. അപ്പൊ ആരാണ് ആദ്യമായിട്ട് ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിക്കുന്നത്? അത് ജോർജ് സ്റ്റീവൻസൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. 1825 ഇംഗ്ലണ്ടിലെ സ്കോട്ടർ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ലോകത്തിലെ ആദ്യ റെയിൽപാത. നമുക്കിനി ഇന്ത്യയിലെ റെയിൽപാത അതേപോലെ തന്നെ കേരളത്തിലെ റെയിൽപാത പഠിക്കാനുണ്ട്. അക്കൂട്ടത്തിൽ പഠിച്ചു വെച്ചോ. 1825 ഇംഗ്ലണ്ടിലാണ് സ്കോട്ടൺ അതേപോലെ ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത്. ജോർജ് സ്റ്റീവൻസൺ നിർമ്മിച്ച സ്റ്റീവൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു 1825 ജോർജ് സ്റ്റീവൻസൺ ആണ് എന്ത് നിർമ്മിക്കുന്നത്? ആദ്യത്തെ ലോക്കോമോട്ടീവ് എഞ്ചിനുള്ള തീവണ്ടി എഞ്ചിൻ നിർമ്മിക്കുന്നത്. അപ്പൊ ആ ഒരു എഞ്ചിൻ വെച്ച് തീവണ്ടി ഓടിച്ചുകൊണ്ടാണ് സ്റ്റീവൻസൺ റോക്കറ്റ് ഈ പാതയിലൂടെ ഓടിച്ചാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ആ ഒരു റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഏത് വർഷം? 1825. എവിടം മുതൽ എവിടം വരെ? സ്കോട്ടൺ, ഡാർലിംഗ്ടൺ, സ്റ്റോക്ടൺ കേട്ടോ, സ്കോട്ടൺ അല്ല, സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വരാം. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയ്ക്കാണ് റെയിൽ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അതായത് ഈ പറയുന്ന നമുക്കറിയാം, ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ ചൂഷണം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അറ്റ് എ ടൈം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അവർ പോയത്. ഇത് അവർ ശരിക്കും നമ്മുടെ സാധനങ്ങൾ കട്ടോണ്ട് പോകാനായിട്ട് അവരെന്ത് ചെയ്യണം, ഇവിടുന്ന് സാധനം ഷിപ്പ് വഴിയാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷെ ഷിപ്പ് വരെ എത്തിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ നാട്ടിലെ തീവണ്ടി എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യമായിട്ട്. പക്ഷെ അതെന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ വികസനത്തിന്റെ വല്ലാത്തൊരു ഒരു നാഴികക്കല്ലായിട്ട് അത് മാറുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത, അപ്പൊ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത്? മുംബൈ മുതൽ താനെ വരെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ ടു താനെ 1853. അപ്പൊ 1825 ബ്രിട്ടനിൽ വരുന്നത്. അതിനുശേഷം 1853 വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ലല്ലേ, പെട്ടെന്ന് തന്നെ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത എവിടം മുതൽ എവിടം വരെ? മുംബൈ ടു താനെയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എവിടെയാണ്? ബേപ്പൂർ മുതൽ തിരുവനന്തപുരം വരെ. ഏത് വർഷമാണ്? 1861. ഇതും പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഈ സ്ഥലം, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് വർഷമാണെന്നും പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ്? 1861. അപ്പൊ നമുക്ക് പഠിക്കേണ്ട 3 വർഷങ്ങൾ ഏതൊക്കെയാണ്? 1 1825, നെക്സ്റ്റ് എത്രയാണ്? 1853, നെക്സ്റ്റ് പറയുന്നത് 1861. 1825 എന്താണ്? ലോകത്തിലേക്ക് ലോകത്തിൽ ആദ്യത്തെ തീവണ്ടി ഓടിയത്. അടുത്ത ഏതാണ്? ഇന്ത്യയിലേക്കാണ് 1853. അതിനുശേഷം എന്താണ്? കേരളത്തിലേക്കാണ് 1861 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അപ്പൊ നമുക്കറിയാം ദൈനംദിന യാത്രക്കും ഒക്കെ നമ്മളെന്താ വിപുലമായി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. കാര്യം അത്രയ്ക്ക് വാസ്റ്റ് ആണ്, അതിന്റെ അത്രയ്ക്ക് വിപുലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ റെയിൽവേ കൊണ്ടുപോകുന്നത് അല്ലെ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. എവിടെയാണ് മെട്രോ റെയിൽ സംവിധാനം ഉള്ളത്? നമ്മുടെ കൊച്ചിയിൽ കൊച്ചിയിൽ മെട്രോ റെയിൽ സംവിധാനമുണ്ട്. നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ
ചെന്നൈ, കൊച്ചി തുടങ്ങി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം. അപ്പൊ കേരളത്തിൽ എവിടെയാണ്? നമ്മുടെ കൊച്ചിയിലാണ് അല്ലെ. നമുക്ക് ഇവിടെ ബ്ലോക്ക് ഒക്കെ കുറയ്ക്കാനായിട്ടാണ്, വളരെ എളുപ്പമാണ്, സുഖമാണ്. അതിൽ കയറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത്, കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഓരോ 10-20 മിനിറ്റിൽ കൂടുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വെയിറ്റിംഗ് ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ബ്ലോക്കിലൊന്നും പെടാണ്ട് പെട്ടെന്ന് നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്തുകയും ചെയ്യാം. റെയിൽ ഗതാഗതത്തിന്റെ മേന്മകളാണ് പറയുന്നത്. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റെയിൽ ഗതാഗതം. കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പേര് യാത്ര ചെയ്യുന്ന, ഡെയിലി യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത്, നമ്മുടെ റെയിൽ ഗതാഗതം എന്നൊക്കെ പറയുന്നത്. കുറെ പേര് ഡെയിലി രാവിലെ ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്യുന്നവര് ഇവിടെ എറണാകുളത്ത് നിന്നൊക്കെ രാവിലെയുള്ള ട്രെയിനിൽ കയറി അങ്ങ് ഇരിക്കും, അവിടെ നിന്ന് അങ്ങ് ഉറങ്ങും, എന്നിട്ട് അവിടെ ചെല്ലും, ജോലി കഴിയും, തിരിച്ചു പോരും. സ്ഥിരം അവിടം വരെ പോയി ജോലി ചെയ്യുന്നവർ വരെ ഉണ്ട്. അപ്പൊ എന്താണ്, പിന്നെന്താ നമുക്ക് പറയാവുന്ന വ്യാപാരം അല്ലെ, നമ്മുടെ വ്യാപാരമൊക്കെ നന്നായിട്ട് വികസിച്ചതിനുള്ള ഈ പറയുന്ന റെയിൽ ഗതാഗതത്തിന് നല്ലൊരു പങ്കുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ജലഗതാഗതമാണ്. ജലഗതാഗതം നമ്മുടെ ആലപ്പുഴ, കുട്ടനാട് ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഉത്രട്ടാതി വള്ളംകളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലെ. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണി ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്തി. കണ്ട, ആദ്യകാലത്തെ തോണി നോക്കിക്കേ എങ്ങനെയായിരുന്നു, ഉള്ളങ്ങ് കരിച്ചു കളയുക. അപ്പൊ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സ്പേസ് കിട്ടും, അത് പോയി വെള്ളത്തിയിട്ടാണ് അവരെ കടന്നിരുന്നത്. മെസപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു അല്ലെ. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. ഓക്കെ. സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കാം, കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദിയുടെ സംസ്കാരത്തിലുമായി ബന്ധപ്പെട്ട സ്ഥലം ഏത്, എവിടെയാണ്? അത് ലോത്തലാണ്. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇതക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു. ജലഗതാഗതത്തെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. റെയിൽവേയുടെ കടന്നു വരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കനാലുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ വാട്ടർവേ 3 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതാണ്. നാഷണൽ വാട്ടർവേ 3 ആണ്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്ക് നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ നാഷണൽ വാട്ടർവേ 3 എവിടെ മുതൽ എവിടം വരെയാണ്? കൊല്ലം ടു കോട്ടപ്പുറം. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്താൻ യൂറോപ്യൻ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനും ഉള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാല്, അതേപോലെ പാർവതി പുത്തനാറ്. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. അപ്പൊ കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയാണ് കിഴക്കിന്റെ വെന്നീസ്. ഇനി എന്താണ് കനോലി കനാലും എന്താണ് പാർവതി പുത്തനാറെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി കനോലി പ്ലോട്ട് നമ്മൾ പഠിക്കുന്നില്ലേ, 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്ന് അറിയപ്പെട്ടത്. അപ്പൊ ആരാണ്? HV കനോലിയാണ്. ഏത് വർഷം? 1845. ഇനി എന്താണ് പാർവതി പുത്തനാർ എന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ വേളി ടു കഠിനംകുളം വേളിയും കഠിനംകുളം കായലുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ. ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, പാർവതി പുത്തനാർ ഏതൊക്കെ കായലുകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെയാണ്? വേളിയും കഠിനംകുളവും.
മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെയായിരുന്നു. കാറ്റിന്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിച്ചുള്ള കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടു. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ഷിപ്പ്, നമുക്കറിയാം നമ്മുടെ ആരാണ് വാസ്കോഡ ഗാമ നമ്മുടെ നാട്ടിലേക്ക് വരാൻ തന്നെ റീസൺ എന്തായിരുന്നു? ഈ പറയുന്ന ഷിപ്പ് വഴിയല്ലേ. അപ്പൊ ഈ ഷിപ്പായിരുന്നു പണ്ട് കാലങ്ങളിലെല്ലാം. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ പറയുന്ന വിമാനമൊന്നും അത്ര പോപ്പുലർ അല്ല. അപ്പൊ എന്താണ് ആൾക്കാർ എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നത്? മറ്റു രാജ്യങ്ങൾ കണ്ടെത്താനും എല്ലാം നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ഈ പറയുന്ന ഷിപ്പുകളും ഒക്കെ ആയിരുന്നു. സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. രാജ്യത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്ക് നീക്കത്തിന് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയാണെങ്കിൽ എന്താണ് ദേശീയ ജലപാതകളും അതേപോലെ എന്താണ് മറ്റേതാണെങ്കിൽ അന്താരാഷ്ട്ര ജലപാതയുമാണ്. വളരെയധികം ചെലവ് കുറവാണ് ഈ പറയുന്ന ജലഗതാഗതം. അതേപോലെ വിദേശ വ്യാപാരത്തിന്, നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപാരത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് ചരക്ക് സംവഹന ശേഷി. അതായത് നമുക്കറിയാം നമ്മളിപ്പോ കഴിഞ്ഞിടക്ക് തന്നെ എന്താണ് നമ്മുടെ ഈ കണ്ടെയ്നറൊക്കെ വന്ന് അടിഞ്ഞില്ലേ. നമുക്ക് അങ്ങനെ അത്രയും ഒരു വലിപ്പമുള്ള കണ്ടെയ്നർ, എത്ര കണ്ടെയ്നേഴ്സ് ആയിരിക്കും ഒരു വലിയ ഷിപ്പിൽ കൊള്ളുകയെന്നറിയോ? അപ്പൊ അത്രയും നമുക്ക് എന്താണ് നമുക്ക് ഫ്ലൈറ്റില് വിമാനത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്താണ് ചരക്ക് സംവഹന ശേഷി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് ഈ പറയുന്ന ഷിപ്പുകൾക്ക്. അപ്പൊ എന്താ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് എന്താ ഒത്തിരി സാധനങ്ങൾ നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇനി എന്താ പറയുന്നത് നോക്കിക്കേ, വ്യോമഗതാഗതമാണ് അടുത്ത പറയുന്നത്. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്വിസ് മോൺ ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്വിസിന്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയമുളവാക്കി. ആ കാഴ്ച ജാക്വിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. തന്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന്, അപ്പൊ ആരൊക്കെയാണ്? ജാക്വിസ് മോണ്ട് ഗോൾഫിയറും ജോസഫ് മോണ്ട് ഗോൾഫിയറും കൂടി ചേർന്ന് ജാക്വിസ് ഒരു ക്യൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂട് വായു നിറച്ച ആ ബലൂൺ എന്താണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിന്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്വിസും ജോസഫും ആ ബലൂണിലൂടെ വാഹനത്തിൽ എന്താണ് പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. അപ്പൊ ആദ്യത്തെ പറന്നായിട്ട് ആരെന്ന് നമുക്ക് പറയാൻ പറ്റും? ഈ പറയുന്ന ജാക്വിസ് മോണ്ട് ഗോൾഫിയറും ജോസഫ് മോണ്ട് ഗോൾഫിയറുമാണ് അല്ലെ. അവർ കണ്ടുപിടിക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ പറയും ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിച്ചത്. അതേപോലെ പറയാണ് അവരുടെ ഭാര്യ എന്ത് ചെയ്തു? നനഞ്ഞ വസ്ത്രങ്ങൾ ഉണക്കാനായിട്ട് ആ ഒരു അടിയിൽ തീ കൂട്ടി എന്ത് ചെയ്യുമായിരുന്നു അല്ലെ. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഓടിക്കും, അതിൻ്റെ അടിയിലിട്ടാണ് കത്തിക്കണേന്ന് ചോദിക്കും. അത് പറന്നു പോകാൻ കണ്ടില്ലേ എന്ന്. പക്ഷെ അയാൾ എന്ത് ചെയ്തു? എന്തുകൊണ്ടായിരിക്കാം അത് പറന്നത്? അവൻ അദ്ദേഹത്തെ പറ്റി എന്താണ് കൂടുതലായിട്ട് പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തേട്ടിൽ നമ്മുടെ ഈ ഒരു ബലൂൺ ഉണ്ടാക്കുന്നത്. 1783 ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രക്ക് ആദ്യം ഉപയോഗിച്ചത്. അപ്പൊ അതിനുശേഷം എന്താ സംഭവിച്ചത് നോക്കിക്കേ. അപ്പൊ 1783 ഈ ചൂടുവായു നിറച്ച ബലൂണുകൾ കണ്ടുപിടിച്ചതിന് ശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകൾ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ട, ഇതാണ് ആകാശക്കപ്പൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പാരച്യൂട്ട്. ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് ആരൊക്കെയാണ്? അമേരിക്കക്കാരനായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റുമാണ്. നമ്മൾ റൈറ്റ് ബ്രദേഴ്സ് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ പേര് വ്യക്തമായിട്ട് പഠിക്കുക. ആരൊക്കെയാണ്? ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് പഠിച്ചു വെക്കണ ഫ്ലയർ 1 എന്നായിരുന്നു ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേരെന്ന് പറയുന്നത്. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. അപ്പൊ ആരൊക്കെയാണ്? ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ചേർന്ന് അവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേരാണ് എന്ത്? ഫ്ലയർ 1. ഏത് വർഷം? 1903 ഡിസംബർ 17 ഈ പറയുന്ന ഫ്ലയർ 1 എന്ത് ചെയ്യുന്നത്? പറന്നുയർന്നത്. സ്വാഭാവികമായിട്ട് പിന്നീട് എന്ത് ചെയ്യുമാനം രൂപമാറ്റങ്ങളൊക്കെ വരുത്തി നമ്മുടെ ഈ പറയുന്ന ഹെലികോപ്റ്ററുകളും ജെറ്റുകളും നമ്മുടെ ഒത്തിരി സൂപ്പർസോണിക് വിമാനങ്ങൾ വരെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് അല്ലെ.
രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വ്യോമഗതാഗതം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടിയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിക്കുന്നത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടുകൂടിയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് സ്റ്റാർട്ടിംഗ് ആവുന്നത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ഇത് ടാറ്റ എയർലൈൻസ്. ഏത് വർഷമാണ്? 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? 1911 അലഹബാദിലാണ് 10 കിലോമീറ്റർ, അതായത് കത്തുകൾ കൊണ്ടുപോകാനായിട്ട്. പിന്നീട് എന്താണ്? 1912 എവിടെ നിന്നാണ് അന്താരാഷ്ട്ര വിമാനം? എവിടെ നിന്ന്? ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. പിന്നീടാണ് ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി ടു മുംബൈ എന്ത് ചെയ്യുന്നത്? സർവീസ് നടത്തുന്നത്. ഇനി പറയുന്ന വ്യോമഗതാഗതത്തിന്റെ മേന്മകളാണ്. ഏറ്റവും വേഗതയേറിയ മാർഗമാണ് അല്ലെ, പെട്ടെന്ന് നമുക്ക് എത്താം. പിന്നെന്താ പറയുന്നത്? വിവിധ ഭൂഖണ്ഡങ്ങളിലേക്കുള്ള രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുകയും ചെയ്തു അല്ലെ. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ വിനോദത്തിനാണെങ്കിലും അല്ലെ, അതേപോലെ തന്നെ ടൂറിസത്തിനൊക്കെ ആയിട്ട് ഒത്തിരി പേര് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാടുകളിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വലിയൊരു വരുമാനം തന്നെയാണ് അല്ലെ. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന വ്യോമഗതാഗതം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണ്? അതിന്റെ ഈ പറയുന്ന വ്യോമഗതാഗതത്തിന് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ചെലവ് കൂടുതലാണ് അല്ലെ. പിന്നെ എന്താണ്? പ്രകൃതി ദുരന്തങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്കൊക്കെ ഈ സംഭവം എന്ത് ചെയ്യാൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. സൈനിക ആവശ്യങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം, ആ പ്രളയം വന്നപ്പോഴും അതേപോലെ തന്നെ ചൂരൽമലയിലൊക്കെ ആ ഉരുൾപൊട്ടിയ സമയത്തും ഒക്കെ എന്തായിരുന്നു പറയുന്ന വ്യോമഗതാഗതം നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വായുമലിനീകരണമാണ് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വായുമലിനീകരണം ഉള്ളത് നമ്മുടെ ഡൽഹിയിലാണ്. അപ്പോൾ വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് സൃഷ്ടിക്കുന്നതെന്ന് അല്ലെ. വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഗതാഗത കുരുക്കുകൾ കൂടും, വായു മലിനീകരണം കൂടും, ശബ്ദമലിനീകരണം കൂടും, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്, ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പരിമിതമായ പാർക്കിംഗ് സൗകര്യം കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്ന ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് നമ്മുടെ ആൾക്കാർ നേരിടുന്നത്. അപ്പൊ നമ്മുടെ ഗതാഗതം കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? ഗതാഗതം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്തായിരുന്നു? ഗതാഗതവും ആശയവിനിമയമാണ് അല്ലെ. അപ്പൊ എന്താണ് ഗതാഗതം കഴിഞ്ഞ് ഇനി എന്ത് നമുക്ക് പഠിക്കണം? ആശയവിനിമയ സംവിധാനങ്ങളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക്. ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ എന്താണ് മറ്റൊരിടത്തേക്കോ അതേപോലെ തന്നെ മറ്റൊരാളിലേക്കോ കൈമാറുന്നതിനെയാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയായിരിക്കും? സംഭാഷണത്തിലൂടെ, എഴുത്തിലൂടെ, ഫോണിലൂടെ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സോഷ്യൽ മീഡിയ അല്ലെ, ത്രൂ സോഷ്യൽ മീഡിയ പറയാം. അതേപോലെ തന്നെ നമുക്ക് ഫോണ്, ഇപ്പൊ എന്താ മൊബൈൽ ഫോൺ എവിടെ പോയാലും നമുക്ക് എന്താണ്, അതേപോലെ ആംഗ്യഭാഷയിലൂടെ, പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആംഗ്യങ്ങളിലൂടെ ഒക്കെയായിരുന്നു എന്താ ആശയവിനിമയം കൈമാറിയിരുന്നത്. കണ്ടോ? അതെ, അതാണ് പറയുന്നത്. ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് ഒരാശയം എങ്ങനെയായിരിക്കാം ഒരാൾ മറ്റൊരാളുമായി കൈമാറിയിരുന്നത്? ആംഗ്യങ്ങളിലൂടെ കൈമാറും. അതേപോലെ തന്നെ എന്ത് പറയാം നമുക്ക്? പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചൊക്കെയായിരുന്നു ആശയങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത്. പിന്നെ എന്ത് പറയാം നമുക്ക്? പണ്ട് കാലത്ത് നമുക്ക് പറയാം തീയും പുകയൊക്കെ അടയാളങ്ങളായിട്ട് കാണിക്കും. അതായത് എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുവാണ്, അല്ലെങ്കിൽ എന്താണ്, അതാണ് ഈ പ്രത്യേക ശബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഈ കാട്ടിലൊക്കെ ഈ മറ്റ് ഏതെങ്കിലും പുറത്തുനിന്നുള്ള ആരെങ്കിലും കയറുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഈ കാടിൻ്റെ ഉള്ളിൽ അധിവസിക്കുന്നവർ എന്ത് ചെയ്യും? പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ ഈ സിനിമകളിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിസിലടിക്കുന്ന പോലത്തെ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കും. അപ്പൊ അത് കേൾക്കുന്നവർക്ക്, അപ്പൊ നമുക്ക് എന്താ നോർമലി ഒരു വോയിസ് ആയിരിക്കും അത്, പക്ഷെ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും എന്ത് ഇന്ന അപകടമാണ് വന്നിരിക്കുന്നത്, കാട്ടിൽ മറ്റൊരു മനുഷ്യന്റെ സാന്നിധ്യം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്, ഒക്കെ അവർക്ക് മനസ്സിലാകും. അതേപോലെ തന്നെയാണ് അവർ തീയും പുകയൊക്കെ ഇട്ടുവെക്കും. കാര്യം അത് കാണുമ്പോഴേക്കും അത് നോർമലി ഉള്ളവർക്ക് മനസ്സിലാകും എന്താണ് അത് ഈ പറയുന്ന തീയാണ്, അല്ലെങ്കിൽ തീ വന്നത് ഇന്നതിന്റെ അടയാളമാണ്, അല്ലെങ്കിൽ പുക കത്തുന്നുണ്ട്, അത് ഇന്ന റീസൺ ആണെന്നുള്ളതൊക്കെ മനസ്സിലാകും. ഓക്കെ,
ആദിമ മനുഷ്യനും ശരീര മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യകൾക്കും രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന് ഈ ലിപി അറിയപ്പെട്ടു. ക്യൂണിഫോം ലിപി. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ സുമേറിയക്കാരുടേത് ഏതാണ്? ക്യൂണിഫോം ലിപിയാണ്. ഈജിപ്തുകാരുടെ ലിപി ഏതാണ്? അതിന്റെ പേരാണ് ഹൈറോഗ്ലിഫിക്സ്. PYQ ആണ് ഇത് രണ്ടും. ക്യൂണിഫോം ലിപിയുമുണ്ട്, ഹൈറോഗ്ലിഫിക്സും ഉണ്ട്. ഹൈറോഗ്ലിഫിക്സ് ആരുടേതാണ്? നമ്മുടെ ഈജിപ്ഷ്യൻ്റെതാണ്. ഓക്കെ, സുമേറിയക്കാരുടേതാണ് ഏത്? ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. ഈ പറയുന്ന ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഈ കളിമൺ ഫലകങ്ങളിലൊക്കെയാണ് നമ്മൾ എഴുതി എഴുതി കൊത്തി കൊത്തി വെക്കുന്നത്. ഉണ്ടോ? ശില, കൂർത്ത കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് അവർ എഴുതുന്നതാണ്. ചെമ്പ് തകിടുകളിൽ, താളിയോലകളിലൊക്കെ എഴുതിയിരുന്നത് കാണിക്കുവാണ്. ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗിച്ചിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അല്ലെ, നമുക്കറിയാം പണ്ട് കാലം നമുക്ക് സിനിമകളിലൊക്കെ കാണുമ്പോൾ രാജവിളംബരം വലിയൊരു ഇതായിട്ട് ഇങ്ങനെ ഉണ്ടായി. ഈ സംഭവമൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നു നിന്നിട്ട് കൊട്ടിയേച്ചും ഒരാളിൽ നിന്ന് വിളംബരം വായിക്കും. രാജാവിന്റെ കൽപ്പന ഇന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിളംബരം നടത്തും. അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാം, പണ്ട് കാലങ്ങളിലെ കത്തുകളൊക്കെ കൈമാറുന്നത് പ്രാവിലൂടെയായിരുന്നു. പ്രാവിന് രാജാവിനും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്ദേശങ്ങൾ കൈമാറുന്ന പ്രാവിലൂടെയൊക്കെയായിരുന്നു. അതേപോലെ കുതിരകളുണ്ട്. അങ്ങനെ സന്ദേശങ്ങൾ എത്തിക്കാനൊക്കെ പണ്ട് കാലങ്ങളിൽ മെയിൻ ആയിട്ട് നമ്മൾ ജീവികളെയാണ് ഉപയോഗിച്ചിരുന്നത്. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആവിയന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ആരാണ്? ഗുട്ടൻബർഗ് ആണ്. സംക്ഷേപ വേദാർത്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനാലിസ് ചെയ്ത് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും അല്ലെ ഇതൊക്കെ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സംക്ഷേപ വേദാർത്ഥം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിൽ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച പുസ്തകം ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതാണ് ഗുട്ടൻബർഗ് ആണ്. തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ പറയുന്ന ഈ തപാൽപ്പെട്ടി ഇല്ല, അത് മാറ്റിയല്ലേ. അത് കഴിഞ്ഞിടക്ക് അതിന്റെ ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി ഒരിടത്തും ആ ഒരു പെട്ടി നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ആശയവിനിമയ രീതികൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാവുന്നത്? ഫസ്റ്റ് വൺ നമുക്ക് പറയുന്നത് വ്യക്തിഗത ആശയവിനിമയമാണ്. പിന്നെ പറയുന്നത് ബഹുജനമാണ്. ബഹുജനം എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് ബഹുജനമായിട്ട് പറയാൻ പറ്റും. വ്യക്തിഗതം എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മൾ ഒരാളെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്, ഒരാൾക്ക് ഡയറക്റ്റ് കത്ത് അയക്കുന്നത്, മെയിൽ ചെയ്യുന്നത്, ടെലഗ്രാഫ്, ഇതെല്ലാം എന്താണ്? വ്യക്തിഗത ആശയവിനിമയത്തിലേക്ക് വരാം. ബഹുജനം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മുടെ വർത്തമാന പത്രങ്ങൾ, നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ബഹുജന ആശയം അല്ലെ. ഒത്തിരി പേരിലേക്കാണ് അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നത്? അവർ ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നത്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, പൊതുയോഗങ്ങൾ, സെമിനാറുകൾ, ഇതെല്ലാം എന്താണ്? ബഹുജന ആശയവിനിമയ ഉപാധികൾക്ക് ഉദാഹരണമാണ്. ഇന്റർനെറ്റ് അധിഷ്ഠിത ആശയവിനിമയ സാങ്കേതിക വിദ്യ ഏതൊക്കെ നമുക്ക് പറയാം? ഈ പറയുന്ന വീഡിയോ കോൺഫറൻസിങ് അല്ലെ, എത്ര ദൂരെയുള്ള ആളുകളായിട്ട് നമുക്ക് എന്താണ് മീറ്റിങ്ങുകൾ നടത്താൻ പറ്റും. അതേപോലെ തന്നെ കൊമേഴ്സ് എന്താണ്? ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തൊരു സാധനമാണെങ്കിൽ പോലും എന്താണ്? നമുക്ക് ആമസോൺ വഴിയും ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. ഇമെയിൽ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യാം. ടെലിമെഡിസിൻ, വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ആധുനിക സമൂഹത്തിന്റെ ഗതാഗത രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാകുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ പറയുകയാണ്,
കേരളത്തിന്റെ ഭൂപടം കണ്ടോ, നമ്മൾ കഴിഞ്ഞ മാപ്പിന്റെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, എന്തൊക്കെ വേണം അതില്, ദിശ വേണം, അതിന്റെ ഒരു പേര് വേണം, ഇവിടെ കുറെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, അതിന്റെ എന്താണ് സൂചികകൾ, ഇതൊക്കെ എന്താണ് ഒരു മാപ്പിൽ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പൊ സെയിം തന്നെയാണ് ഇവിടെ ആ ഒരു കാര്യങ്ങൾ നമുക്കിവിടെ മെൻഷൻ ചെയ്തേ ഉള്ളൂ. നോക്കിക്കേ, നമ്മുടെ കേരളത്തിലെ വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത് കണ്ണൂർ അന്തർദേശീയ വിമാനത്താവളം, കോഴിക്കോട്, അതേപോലെ കൊച്ചി അന്തർദേശീയ വിമാനത്താവളം, പിന്നെ ഏതാണ് തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളം. പിന്നെ തുറമുഖങ്ങൾ പറയാനാണെങ്കിൽ ഏതൊക്കെയാണ്? വിഴിഞ്ഞം തുറമുഖമുണ്ട്, അതേപോലെ തന്നെ കൊച്ചി തുറമുഖമുണ്ട്. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ നാഷണൽ ഹൈവേസിന്റെ കാര്യമാണ്, MG റോഡിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിർത്തികൾ, ജില്ലാ അതിർത്തികൾ, ഓരോ തിരുവനന്തപുരം, കൊല്ലം, ഇവിടെ ആലപ്പുഴ, ഇവിടെ ഏതാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇതേ കൊച്ചി വിമാനത്താവളം എല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് PSC ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറെ ടോപ്പിക്കുകൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ചെറിയ ചെറിയ ബോക്സുകളിലായിട്ടൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അതും കൂടി നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ മോക്ക് ടെസ്റ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇനി നെക്സ്റ്റ് 5ാം ക്ലാസ്സിൽ തന്നെ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്